ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. നമ്മുടെ കരിമീൻ ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ ഐസ് പോകാൻ വേണ്ടി നമുക്കിത് വെള്ളത്തിലിടാമേ. അപ്പൊ ദേ ഐസൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. അപ്പൊ ദേ മീൻ ഐസ് കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പെരട്ടി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോഴെന്താ ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പൊ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കണമെങ്കിൽ വാഴയിലൊക്കെ വേണം. അപ്പൊ വാഴയില ഇവിടെ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പൊ ഇന്നലെ വാഴയില മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ ഒരുപാട് വാഴയിലകൾക്കിടയിൽ ജീവിച്ചതാണ്. പക്ഷെ ഇപ്പം വാഴയിലൊന്നും കിട്ടാനില്ല. അപ്പൊ വാഴയിലേക്ക് 5 രൂപ കണ്ട് 5 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം എത്രയെന്ന് അറിയില്ല, കൂടിയോന്നറിയില്ല. അപ്പൊ 5 രൂപ കൊടുത്ത് വാഴയില മേടിക്കണം നമുക്ക് ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വാഴയില കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നല്ല വലിയ കരിമീനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. അപ്പൊ ദേ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പൈസസിന്റെ ഒരു ടേസ്റ്റ് വരാനാണ്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാമേ. 2 വലിയ മീനാണ്. അപ്പൊ അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വറക്കാൻ വെക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഇതൊന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ സവാള, പച്ചമുളക് ഫ്രിഡ്ജിലാണ്, എടുക്കട്ടെ. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. വലിയ മീനാണ്, അതുകൊണ്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉള്ളൂ. ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ, പൊട്ടിത്തെറിക്കാതിരിക്കാനാണ്.
അപ്പൊ അതേ നമ്മുടെ മീനൊന്ന് മറിച്ചിടാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട. നമ്മുടെ മീൻ എടുക്കാൻ പോവാണ്. 2 വശവും റെഡി ആയിട്ടുണ്ട്. കോഴി മാറ്റാം. ഇതുകൂടി ഇട്ടു. ഇത് അധികം അങ്ങോട്ട് വറന്നു പോകണ്ട കേട്ടോ, കാരണം നമ്മൾ പൊള്ളിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാളയും എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാമേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. രണ്ട് മീനുള്ളതുകൊണ്ട് ഒരു സവാള മതിയാവും കേട്ടോ. നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ സവാള വേണം ഇട്ട് കൊടുക്കാൻ. സവാള വഴണ്ടു വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ഇട്ടിട്ടുള്ളതുകൊണ്ട് തക്കാളി തനിയെ വെന്ത് വന്നോളും. അപ്പൊ നല്ലവണ്ണം ഇളക്കിയിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല കേട്ടോ. ഞാനിതിലേക്ക് തക്കാളി വഴണ്ടു വന്നപ്പം ഞാനിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ വെക്കാനുള്ള ഗ്രേവി, അപ്പം നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം ഗ്രേവി നമുക്ക് തീ നിർത്തി ഒരു വശത്തേക്ക് മാറ്റി വെക്കും. അപ്പൊ ഇനിയാണ് ഇതിന്റെ മെയിൻ പണി വരുന്നത്, നമ്മൾ പൊള്ളിക്കാനുള്ളത്. അപ്പൊ നമുക്ക് 2 വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഇതാ വാഴയിലൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വാട്ടിയെടുക്കാം. കൈ കൊള്ളാതെ സൂക്ഷിക്കണം. ഗ്യാസിൽ വെച്ച് ഇല വാട്ടുമ്പോൾ ഉള്ള പ്രശ്നമാണ്, പെട്ടെന്ന് തീ നമ്മുടെ ഗ്യാപ്പിലോട്ട് വരും. നമ്മൾ ഇല ഉയർത്തുന്ന ഗ്യാപ്പിലോട്ട് വരും. ഇതാപ്പം നമ്മുടെ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഗ്രേവി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതാ നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്രേവി ഇട്ട് കൊടുക്കാം. 2 തക്കാളി വെച്ച് കൊടുക്കാം. 3-4 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതാ ഇനിയാണ് കേട്ടോ നമ്മുടെ മീൻ വറുത്ത എണ്ണയില്ലേ, അതിൽ കുറച്ച് അതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നമുക്കിത് പൊതിഞ്ഞെടുക്കാം. ഇത് കെട്ടി വെച്ചിട്ട് വേണം നമുക്കിത് വെക്കാനായിട്ട്. ഞാനിത് ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇത് അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാണേ. ഇത് പൊങ്ങി പോരാതിരിക്കാൻ ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന കാണാം. നമ്മൾ ഇലയുടെ മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്തു കഴിയുമ്പം ആ വാഴയിലയുടെ ടേസ്റ്റ് ഒക്കെ അതിൽ തങ്ങി നിന്ന് ഒന്ന് റെഡി ആയി. 5 മിനിറ്റ് വീതം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് പൊള്ളിച്ചെടുക്കാം. ഇപ്പം ദേ നമ്മുടെ ഒരു വശമായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇല പൊട്ടിപ്പോയി ഗൈസ്. മീനിൻ്റെ തലഭാഗം കൊണ്ട് കഴിഞ്ഞാൽ ഇല പൊട്ടിപ്പോകും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നീക്കിയിട്ട് വേണം അത് മടക്കാനായിട്ട്. അപ്പം എനിക്കെന്നും പറ്റുന്ന അബദ്ധമാണ്. ഞാനത് ശ്രദ്ധിക്കാണ്ട് മടക്കും. നീക്കിയാണ് മടക്കുന്നതെന്ന് വിചാരിച്ചാണ് മടക്കുന്നത്. പക്ഷെ കുറച്ച് ചെറുതായിട്ടെങ്കിലും അത് തള്ളി നിൽപ്പുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കരിമീനും തിരിച്ചും മറിച്ചും ഇട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ അടിപൊളി കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈ വീഡിയോ ഒക്കെ പിടിച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ.